നമസ്കാരം. ഇന്ന് ബാംഗ്ലൂരിൽ വെച്ച് ഒരു യോഗം നടന്നിരുന്നു. തിയേറ്റർ ഉടമകളുടെയാണ്. അത് എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്കാന ഇവിടെ നിന്നാണ് ഇവിടെയുള്ള തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ യോഗം നടന്നിരുന്നു. അതിൽ നേതൃത്വം നൽകിയത് തിരുപ്പൂർ സുബ്രഹ്മണ്യൻ, സുരേഷ് ബാബു. ഇവർ തിയേറ്റർ ഉടമകൾ തന്നെയാണ്, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഉള്ളവരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. ആ യോഗത്തിലെ മുഖ്യമായ തീരുമാനം സിനിമ ഒ ടി ടിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അല്പസമയത്തുമാണ് യോഗം കഴിഞ്ഞത്. ഒ ടി ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വലിയ വിവാദം കേരളത്തിൽ ഉൾപ്പെടെ നടന്നിരുന്നു. ഒ ടി ടി ബിസിനസ് 56 ദിവസത്തിന് ശേഷമാക്കണം, അല്ലെങ്കിൽ 42 ദിവസത്തിന് ശേഷമാക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിൽ ചേംബറൊക്കെ മുൻകൈ എടുത്താണ്. പക്ഷേ സിനിമാ വ്യവസായം വലിയ രീതിക്കുണ്ട്. ഇപ്പോൾ ഒ ടി ടി സിനിമ എടുക്കാത്ത അവസ്ഥ വരെയാണ്. സിനിമകൾ ഒ ടി ടി എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓടിയാൽ മാത്രം എടുക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അതിനൊരു തീരുമാനത്തിലെത്താൻ വേണ്ടി 56 ദിവസത്തിന് ശേഷം മാത്രമേ ഒ ടി ടിയിൽ സിനിമ നൽകാവൂ എന്നൊരു തീരുമാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നു. അത് ഏപ്രിൽ 10 മുതൽ നടപ്പിലാക്കണമെന്നാണ് ഇന്ന് സൗത്ത് ഇന്ത്യൻ പ്രതിനിധികൾ ആയുള്ള യോഗത്തിൽ കൃത്യമാക്കിയിരിക്കുന്നത്. അത് കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്കാന എന്നീ ഇവിടെ നിന്നുള്ളവരാണ്. ഏപ്രിൽ 10 ശേഷം സിനിമകൾ തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ 56 ദിവസത്തിന് ശേഷം മാത്രമേ നൽകാവൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബർ, അതാത് സ്റ്റേറ്റിലുള്ള ഫിലിം ചേംബർ മുൻകൈ എടുത്ത് ചർച്ച നടത്തണം. അത് നിർമ്മാതാക്കളുമായി ചർച്ച നടത്തി, നിർമ്മാതാക്കളുടെ അസോസിയേഷനുമായി ചർച്ച നടത്തി, തിയേറ്റർ ഉടമകളുമായി ചർച്ച നടത്തിയതിനു ശേഷം ഫിലിം ചേംബർ ഇതിന് മുൻകൈ എടുക്കണമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും അതിനു മുമ്പ് ഇപ്പോൾ എഗ്രിമെൻ്റ് എഴുതിയ സിനിമകളുണ്ടാകും. അത് ഏപ്രിൽ 10 ശേഷം ഏപ്രിൽ 15 എന്തായാലും എഗ്രിമെൻ്റ് ചെയ്ത സിനിമകളുണ്ടാകും. ആ സിനിമകൾ ഒ ടി ടിയിൽ നൽകിയതിന് എതിർപ്പില്ല. നേരത്തെ എഗ്രിമെൻ്റ് ചെയ്തതാണ്. ഇനി അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകരുത് എന്നാണ് ഇന്ന് കൂടിയ ബാംഗ്ലൂരിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനു മുമ്പും ഇത്ര വിഷയം വന്നപ്പോൾ പ്രൊഡ്യൂസർമാർ പല ആളുകളും ചോദിച്ചു, നമ്മുടെ സിനിമ നിങ്ങൾ കളിച്ചു തരുമോ, നമുക്ക് ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ ഓൾ ഓവർ ആകാതെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അത് തിയേറ്റർ വ്യവസായത്തിന് നഷ്ടം വരുന്നത്, അതോടൊപ്പം തന്നെ ഒ ടി ടിയിൽ നൽകിയില്ലെങ്കിൽ നിർമ്മാതാക്കൾക്കും നഷ്ടം വരുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. നിർമ്മാതാക്കൾ ചില സിനിമകൾ എടുത്ത് തിയേറ്ററിൽ ഓടാൻ വരുമ്പോൾ ഒ ടി ടിയിലേക്ക് വിൽപ്പന നടക്കും. ഒ ടി ടി വിൽപ്പന നടക്കുമ്പോൾ പെട്ടെന്ന് വരും, അത് ഒ ടി ടി ചിലപ്പോൾ ഹിറ്റാകുന്നുണ്ട്. അങ്ങനെ വരുന്ന നിർമ്മാതാക്കളുമുണ്ട്. അപ്പം ഇത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ നിലവിൽ ഇംഗ്ലീഷ് പടം, ഹിന്ദി പടം എല്ലാ പടത്തിനും ഒരേ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ പോകാനാണ്, എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ മുൻകൈ എടുത്തുകൊണ്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം കിട്ടുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു ബാംഗ്ലൂരിൽ നടന്ന്. ഇവിടുന്ന് ഫിയോക്കിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇവരെല്ലാം അവിടെ എത്തി. ഈ യോഗത്തിൽ കൃത്യമായ അജണ്ടകൾ മുന്നോട്ട് വെച്ച് 56 ദിവസം എന്നുള്ള കാര്യങ്ങൾ കേരളത്തിൽ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം മാത്രം മുന്നോട്ട് വരുന്നുണ്ട്. കേരളത്തിലെ പ്രൊഡ്യൂസർമാരും പ്രതിസന്ധിയിലാണ്, തിയേറ്റർ ഉടമകളും പ്രതിസന്ധിയിലാണ്. തിയേറ്ററിൽ സിനിമ ഓടുന്നില്ല, തിയേറ്ററിൽ പലതും അടഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും വലിയ പ്രതിസന്ധി, സിനിമകൾ പറഞ്ഞ പോലെ വിജയിക്കുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല. അപ്പോൾ ഒ ടി ടിയിലെങ്കിലും കൊടുത്ത് കിട്ടുന്ന പൈസ എന്ന നിലയിലേക്ക് നിർമ്മാതാക്കൾ മാറുന്നുണ്ട്. അതും അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിനിടയിലാണ് ഫിയോക്കിൻ്റെ ഇലക്ഷൻ വരികയാണ്. മാർച്ച് 17 ഈ ഭാരവാഹിത്വം ഒഴിയും. വിജയകുമാർ ഒഴിയുകയാണ്. വിജയകുമാർ ഒഴിഞ്ഞിട്ട് ഇപ്പോൾ ജേക്കബ് പ്രസിഡന്റ് ആകുന്നു. മാർച്ച് 17 ഫിയോക്കിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആൻഡോ ജോസഫുമായിട്ടുള്ള വിഷയം നടക്കുന്നു. പാട്രിക് സിനിമയുമായി ബന്ധപ്പെട്ട് 60% 2 ആഴ്ച വേണമെന്നുള്ള അത് ചർച്ചയിലേക്ക് പോകും. അങ്ങനെ പല ചർച്ചയിലും അത് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാൽ ടൈംസുമായിട്ട് ഒരു ചർച്ചയ്ക്കും ഉണ്ടാകില്ല എന്ന് വിജയകുമാർ പറയുകയും ചെയ്തു. പക്ഷേ ഈ 17 ഭരണമാറ്റം ഉണ്ടാകുകയാണ്. ജേക്കബ് പ്രസിഡന്റ് ആവുന്നു. വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം മാറുന്ന ഒരു പുതിയ ഭരണസമിതിയാണ് വരാൻ പോകുന്നത്. അതോടുകൂടി വിജയകുമാർ സ്ഥാനം ഒഴിയുന്നു. പുതിയ ഭരണസമിതി വരുന്ന കാലയളവാണ് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒ ടി ടിയുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനത്തിലേക്ക് പോകാൻ എല്ലാ സ്റ്റേറ്റുകളും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്.